ഒ പിയിലും മറ്റും വരുമ്പോൾ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന മെഡിക്കൽ വാക്കുകൾ പലപ്പോഴും രോഗികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. ഇത്തരത്തിലുള്ള 3 വാക്കുകളുടെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എൻ്റെ ശ്രമമാണ് ഈ വീഡിയോയിൽ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ആദ്യം സെറൂമൻ എന്ന വാക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടുകേൾവിയുള്ള ചെപ്പിക്ക് മെഡിക്കൽ വാക്കാണ് സെറൂമൻ. ഇതെന്തുകൊണ്ടാണ് ഇതിനെ സെറൂമൻ എന്ന് വിളിക്കുന്നത്? ചെവിക്കുട എന്ന് വിളിക്കുന്ന ഭാഗത്ത് നിന്ന് ഉള്ളിലോട്ട് കർണപടത്തിലേക്ക് നയിക്കുന്ന ഒരു വഴിയുണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ അഥവാ ചെവിയുടെ നീണ്ട ഒരു ട്യൂബ്. അപ്പോൾ ഈ ട്യൂബിൻ്റെ ഉള്ളിൽ സെറൂമിനസ് ഗ്ലാൻസ് എന്ന് വിളിക്കുന്ന ഗ്രന്ഥികളുണ്ട്. ഈ ഗ്രന്ഥികൾക്കകത്ത് നിന്ന് വരുന്ന സ്രവത്തിനെയാണ് സെറൂമൻ എന്ന് പറയുന്നത്. വളരെ കട്ടി കൂടി ഉറച്ചാണ് വാക്സ് കിടക്കുന്നതെങ്കിൽ പലപ്പോഴും നിങ്ങൾ ഡോക്ടർമാരുടെ OP ടിക്കറ്റിൽ കണ്ടിട്ടുണ്ടാവും ഇമ്പാക്റ്റഡ് സെറൂമൻ. ഈ ഒരു വാക്ക് കേട്ട് ഭയപ്പെടേണ്ടതില്ല. ഈ വാക്സ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കിട്ടും. എന്നാൽ ഇവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, എപ്പോഴും ഞാൻ പല വീഡിയോസിലും പറയാറുള്ളതാണ്, ചെവി ക്ലീൻ ചെയ്യാനായിട്ട് ചെവിത്തോണ്ടിയും കോട്ടൺ ബഡ്സും ഉപയോഗിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സൈഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വാക്സിനെ കൂടുതൽ ഉള്ളിലോട്ട് പുഷ് ചെയ്ത് ചെവിയുടെ കർണപടത്തെ വരെ ഡാമേജ് ചെയ്യുന്ന തരത്തിലുള്ള ഫോഴ്സ് ആയിരിക്കാം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. രണ്ടാമത്തെ വാക്ക് എപ്പിസ്റ്റാക്സിസ്. പലപ്പോഴും എപ്പിസ്റ്റാക്സിസ് എന്ന വാക്ക് പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഡോക്ടറെ ഈ വാക്കിൻ്റെ അർത്ഥം? മൂക്കിൽ നിന്ന് ചോര വരിക എന്നുള്ളതിൻ്റെ ഒരു മെഡിക്കൽ ടേമാണ് എപ്പിസ്റ്റാക്സിസ്. അത് മുന്നിൽ നിന്ന് വരുന്ന ആയിട്ടാണ് രോഗിക്ക് തോന്നുന്നതെങ്കിൽ ആൻറ്റീരിയർ എപ്പിസ്റ്റാക്സിസ് എന്നും, പിൻഭാഗത്തൂടെ ഒലിച്ച് വായുടെ ഉള്ളിലാണ് ചോര നിറയുന്നതെങ്കിൽ പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസ് എന്നും പറയുന്നു. മൂക്കിൽ നിന്ന് ചോര വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് മുമ്പ് പല വീഡിയോസിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് എന്താണ് ആദ്യം സ്വീകരിക്കേണ്ട മാർഗം? ഭയപ്പെടാതെ ഒരു സ്ഥലത്ത് ഒന്ന് റെസ്റ്റ് എടുക്കുക. മൂക്കിൽ നിന്ന് ചോര വരുന്ന സമയത്ത് കിടക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ്. ഒരു കസേരയിൽ ഇരുന്ന ശേഷം മൂക്കൊന്ന് അടച്ചു പിടിക്കാം. ഈ വിധം ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ കൃത്യമായിട്ട് ഇങ്ങനെ ഒന്ന് അടച്ചു പിടിക്കുക. ഈ അടച്ചു പിടിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ബ്ലഡ് നിന്നോ എന്ന് നോക്കരുത്. ആ സമയത്ത് വായൊന്ന് തുറന്നു വെച്ച് വായുടെ മുന്നിൽ ഒരു ബേസിനോ ഒരു മഗ്ഗോ എന്തെങ്കിലും ഒന്ന് പിടിക്കാം. വായിലൂടെ ഊറി വരുന്ന രക്തം പിടിക്കാനാണ് നമ്മൾ ഈ മുന്നിൽ ഒരു ബേസിൻ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 2 പ്രാവശ്യം ശ്രമിച്ച ശേഷവും ബ്ലഡ് നിന്നിട്ടില്ലെങ്കിൽ രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇനിയുള്ളത് മൂന്നാമത്തെ വാക്ക്. ഇതിനെപ്പറ്റി ഞാനൊരു ഷോർട്ട് വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു. അതിൻ്റെ പേര് സ്ഫിനോപാലറ്റൈൻ ഗാംഗ്ലിയോന്യൂറാൾജി എന്നാണ്. ഈ വാക്ക് കേട്ട് പേടിക്കേണ്ട. ഐസ്ക്രീം ഹെഡേക്ക് എന്ന ചുരുക്കപ്പേരിൽ നിങ്ങൾക്കിതിനെ മനസ്സിലാക്കാം. ഇതെന്തുകൊണ്ടാണ് വരുന്നത്? നമ്മൾ കല്യാണങ്ങളും മറ്റും അറ്റൻഡ് ചെയ്ത സമയത്ത് അതല്ലെങ്കിൽ വളരെ ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ തണുത്ത ഐസ്ക്രീമോ വളരെ തണുത്ത ജ്യൂസോ മറ്റോ കുടിക്കുമ്പോൾ അസഹനീയമായിട്ടുള്ള തലവേദന പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. നെറ്റിയുടെ ഇരുഭാഗത്തും കണ്ണിൻ്റെ പിറകിലുമൊക്കെ ആയിട്ട് അനുഭവിക്കുന്ന വളരെ കടുത്ത തലവേദന. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? നമ്മുടെ അണ്ണാക്കിലുള്ള രക്തക്കൊഴലുകൾ ഈ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോൾ പെട്ടെന്ന് ചുരുങ്ങുന്നു. എന്നാൽ ആ ടെമ്പറേച്ചർ വായുടെ ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് വീണ്ടും റിലാക്സ് ചെയ്യുന്നു. അപ്പോൾ ഈ സിഗ്നലുകൾ ട്രൈജെമിനൽ നാഡിയിലേക്ക് എത്തുമ്പോഴാണ് മുഖത്തിന് ഇരുവശത്തും കണ്ണിൻ്റെ ചുറ്റുമൊക്കെയായിട്ട് അസഹനീയമായ വേദന ഉണ്ടാകുന്നത്. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? അവിടുത്തെ താപനില അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നാവിനെ ഒന്ന് അണ്ണാക്കിലേക്ക് മുട്ടിച്ചു കൊടുക്കാം. അതേപോലെ നമ്മുടെ തള്ളവിരൽ ഉപയോഗിച്ചിട്ട് അണ്ണാക്കിലേക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ അവിടുത്തെ താപനില അഡ്ജസ്റ്റ് ആവും. എന്നാൽ ഈ സമയത്ത് ചൂടുവെള്ളം കുടിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? വളരെ ചൂടുള്ള വെള്ളം കുടിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം കുടിച്ചാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവും. ഗുളികകൾ കഴിക്കണോ ഇങ്ങനെ വരുമ്പോൾ? തീർച്ചയായിട്ടും വേദന സംഹാരികൾ ആ സമയത്ത് കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തലവേദന 5 മിനിറ്റിനുള്ളിൽ തന്നെ കുറയും. എന്നാൽ നമ്മൾ ആ സമയത്ത് ഒരു മരുന്ന് കണ്ടുപിടിച്ച് കഴിക്കാൻ പോയി കഴിയുമ്പോൾ ആ മരുന്ന് ആക്ട് ചെയ്യാൻ എന്തായാലും ഈ ഒരു 5 മിനിറ്റിൽ കൂടുതൽ എടുക്കും. അപ്പോൾ ഈ ഐസ്ക്രീം ഹെഡേക്കിൻ്റെ പേരിനെ കുറിച്ച് വേവലാതിപ്പെടാതെ
നമ്മുടെ നാവിനെ ഒന്ന് മേലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയോ അതല്ലെങ്കിൽ നമ്മുടെ തള്ളവിരൽ ഉപയോഗിച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാനോ ശ്രമിക്കുക. ഇനി സ്ഥിരമായിട്ട് പല പേപ്പറുകളിലും കാണുന്ന ഒരു വാക്കാണ് ബ്രക്സിസം. അത് കൂടുതലും പല്ലിൻ്റെ ഡോക്ടർമാരാണ് എഴുതാറ്. ഈ ബ്രക്സിസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടീത്ത് ഗ്രൈൻഡിങ്, അതായത് നമ്മൾ പല്ല് കടിക്കുക, പല്ലിറുമുക എന്നൊക്കെ പറയും. വളരെ ടൈറ്റായിട്ട് പല്ലിങ്ങനെ കടിച്ചു പിടിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. ഈ ബ്രക്സിസം എന്ന ഹാബിറ്റ് ഉറക്കത്തിലുമാവാം, അതല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലുമാവാം. എന്താണ് ഈ ബ്രക്സിസം സൂചിപ്പിക്കുന്നത്? ഒരു മാനസിക അരക്ഷിതാവസ്ഥ, കൂടുതൽ ദേഷ്യം, കൂടുതൽ സങ്കടം, മറ്റെന്തെങ്കിലുമൊക്കെ മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരിലാണ് ഇത്തരം പല്ലിറുമുന്ന ഹാബിറ്റ് കൂടുതലായിട്ട് കാണാറുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പല്ലുകൾ തേഞ്ഞ് ഈ ജോയിൻറ്റുകൾക്കുള്ള പ്രശ്നം വന്നേക്കാം. ഇവിടെയുള്ള ടെമ്പറോമാൻഡിബുലർ ജോയിൻറ്റിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാറ്. അപ്പോൾ ഈ 4 വാക്കുകളെ പറ്റി നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സെറൂമൻ, സ്ഫിനോപാലറ്റൈൻ ഗാംഗ്ലിയോന്യൂറാൽജിയ, എപ്പിസ്റ്റാക്സിസ്, ബ്രക്സിസം, ഈ 4 വാക്കുകളെ പറ്റിയുള്ള സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ.